പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ വീണ്ടും ചാവേർ ആക്രമണം. രണ്ടിടങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 14 സൈനികരും 3 പൗരന്മാരും കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ചാവേർ ആക്രമണത്തിന് പിന്നിൽ ആരാണ്? എന്താണ് ആക്രമണത്തിലേക്ക് നയിച്ചത്? അൽനബിയാർ, ചാവേർ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച ഒരു അവകാശവാദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി 14 സൈനികരും 3 സിവിലിയന്മാരും, അതായത് സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഇടങ്ങളിലാണ് ആക്രമണം നടന്നത്. നേരത്തെ അൽനബിയാർ സൂചിപ്പിച്ചതുപോലെ ചാവേറുകളാണ് ആക്രമണം നടത്തിയത്. ചാവേർ ആക്രമണത്തിന്റെ ഭാഗമായി ഈ വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഈ ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ മരണങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബജാവൂർ സൈനിക ചെക്ക് പോസ്റ്റിലാണ് ആദ്യ ആക്രമണം നടന്നത്. 11 സൈനികരും ഒരു പെൺകുട്ടിയും അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അതായത് ഒരു മതിലിന് മുകളിലേക്ക് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ സംഭവം ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടാവുകയും 11 പേർ മരിക്കുകയും 11 സൈനികർ മരിക്കുകയും ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. രണ്ടാമതുണ്ടായത് ബന്നു എന്ന നഗരത്തിലെ മിറിയാൻ പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് പേർ, അവിടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 2 സാധാരണക്കാർ കൊല്ലപ്പെടുകയായിരുന്നു. 17ഓളം പേർക്ക് ഈ 2 ആക്രമണങ്ങളിലും കൂടി പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഖൈബർ പഖ്തൂൺഖ്വ മേഖലകളിലെ വിവിധ ഇടങ്ങളിൽ നിരീക്ഷണങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ 3 ഭീകരരും 3 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 സൈനികരും 3 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിനു പുറമെയാണ് 3 ഭീകരർ കൂടി കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഖൈബർ പഖ്തൂൺഖ്വ. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെ വലിയ പ്രക്ഷോഭം നടത്തുന്ന മേഖലകളിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നതാണ്. ആ മേഖലയിലാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അടിസ്ഥാന വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 17ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന ഒരു വലിയ നമ്പറാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം നിലവിൽ ആരും ഏറ്റെടുത്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐസൻ, ബലൂജുകളെ സംശയിക്കാമോ? ഐസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഖൈബർ പഖ്തൂൺഖ്വ അത് നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല, പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ എണ്ണം പെരുകുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അവിടെയുള്ള ഈ ഭാരതത്തിന്റെ ഒക്കെ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായല്ല അവിടെ രാഷ്ട്രകൂടം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായ സമ്പത്തിന്റെ വിഭജനം അല്ലെങ്കിൽ അതിന്റെ വിതരണം കൃത്യമായി നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. വിവിധ മേഖലകളിലേക്ക് കൃത്യമായി നടക്കുന്നതാണ്. എന്നാൽ പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ്. പല മേഖലകളിലും അത്തരത്തിൽ രാജ്യത്തിന്റെ സമ്പത്ത് കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ലെന്നും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ഒരു തുല്യതയില്ലാത്തൊരവസ്ഥ ആ രാജ്യത്ത് പലയിടങ്ങളിലുമുണ്ട്, നിലവിലുണ്ട്. സ്വാഭാവികമായും ആ രാജ്യങ്ങളിലുള്ള പ്രദേശത്തിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അടിസ്ഥാനപരമായി ഈ സംഘർഷങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആക്രമണം, ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും ശക്തമായ നടപടികളും ബലൂച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ കൂടി പരിശോധിക്കുമ്പോഴാണ് അവരുടെ ഇടപെടലുണ്ടോ എന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മേഖലകൾ അതായത് എന്നതിനപ്പുറം ആ മേഖല, ഈ സംഭവം നടന്ന മേഖല അതാണ്, അതല്ലെങ്കിൽ അവരുടെ സ്വാധീന മേഖലയാണ് എന്നതിനപ്പുറം ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും കാര്യമായ സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ നിയന്ത്രിക്കാനാവാത്തൊരു മേഖലയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന കാര്യത്തിൽ തർക്കമില്ല. നന്ദി ഐസൻ. പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ വീണ്ടും ചാവേർ ആക്രമണം. 2 ഇടങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 14 സൈനികരും 3 പൗരന്മാരും കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു.